എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ. സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള. ഒരാൾ പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഇവന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ രക്ഷപ്പെട്ട് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് എ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. ഒരു ചാപിള്ളയായിട്ടൊരു കുഞ്ഞ് പിറക്കുകയാണെങ്കിൽ അത് കരഞ്ഞുകൊണ്ടല്ല വരുന്നത്. ഡോണ്ട് കെയർ, പാലിന് വേണ്ടി കരഞ്ഞുകൊണ്ടല്ല വരുന്നത്. എന്നാൽ ജീവനുള്ള ഒരു കുഞ്ഞ് പിറക്കുകയാണെങ്കിൽ ആ കരച്ചിലിൻ്റെ സ്തോത്രം, ശബ്ദം, എന്താണ് സന്ദേശം? എനിക്ക് പാല് വേണം. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി. അപ്പോൾ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ വിശ്വാസത്താൽ യഥാർത്ഥമാണ് നീതീകരിക്കപ്പെട്ട കാൻഡിഡേറ്റ്സിനെ മുൻപിൽ കണ്ടുകൊണ്ട് അല്ലേ ഈ ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. സമാധാനമുണ്ട്. ഈ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കും. ഈ കൃപയിൽ ഇതൊരു കൃപാമാർഗം, നീതിയുടെ മാർഗം, വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ഒരാൾ യഥാർത്ഥമായിട്ട് ദൈവവചനത്താൽ വിശ്വാസത്താൽ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈ കൃപാ മാർഗത്തിലേക്ക് ഒരു പ്രവേശനം, ഈ സ്റ്റെപ്പിങ് ഇൻ അല്ലേ. അപ്പോൾ അത് വാസ്തവമായിട്ട് സംഭവിച്ചില്ല എങ്കിൽ അത് വെറുതെ എഴുതപ്പെട്ട ഒരു പ്രമാണമാണ്. അവനിപ്പോഴും എവിടെ നിൽക്കുന്നത്? അവനിപ്പോഴും മിസ്രൈമിൽ. അങ്ങനെ ധാരാളം പേര് സോക്കോൾഡ് ദൈവസഭയിലുണ്ടോ? ഉണ്ട്. ടു മെനി. ഡോണ്ട് ഹാവ് എനി ക്ലൂ. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ പ്രവേശിച്ച ഒരുവൻ ഇനി അവൻ്റെ ഒരു പുതിയ ജീവിതം ആരംഭിക്കും. അപ്പോൾ അവൻ്റെ ബോധം ഉണ്ടായിരിക്കണം, ഇന്നലെ വരെ ജീവിച്ച ജീവിതമല്ല, ഞാനൊരു പുതിയ പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് കുളത്തിൽ നിന്ന് ആദ്യത്തെ ചുവട് വയ്ക്കുമ്പോൾ തന്നെ സ്നാനം കഴിഞ്ഞ്, സ്തോത്രം, ക്രിസ്തുവിൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ടാണ് ഈ തീരുമാനം ഞാൻ എടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു മാർഗം, പുതിയൊരു മാർഗം, വെട്ടിത്തുറന്ന നിത്യതയിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട്, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർണ്ണതയിൽ ആയിത്തീരുവാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ആദ്യത്തെ ചുവടുവയ്പ്പാണ് അല്ലേ. കാരണം കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവന് നീതിമാനാകുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാനായിട്ടാണ് കർത്താവ് നല്ലൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നത്. അപ്പം അത് പ്രാരംഭത്തിൽ തന്നെ ഒരു ഉത്ബോധം നല്ലതുപോലെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പലപ്പോഴും അതില്ല. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് ആ അളവിലൊരു ഉത്ബോധം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. കാരണം ഉപദേശകന്മാർ അങ്ങനെയൊന്നും പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സഭയിൽ ഉപദേഷ്ടാക്കന്മാർ. എന്തിന്? ഈ കൂട്ടത്തെ ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുക്കുവാൻ. തലയെന്ന് പറഞ്ഞാൽ മച്യൂരിറ്റി അല്ലേ, ആ തികവിൻ്റെ അനുഭവം. പരിശുദ്ധനായ പിതാവ് അതിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല അല്ലേ. പരിശുദ്ധന മനുഷ്യപുത്രനായിട്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഒരു മാതൃക നമ്മെ കാണിക്കുമ്പോൾ ആ മനുഷ്യപുത്രന് അനുരൂപികൾ അതേ ഫലം, പിന്നെ ആദ്യ ഫലമായി തീരുവാനായിട്ട് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു വിധം ആദ്യ ഫലം എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്, സെയിം കൈൻഡ്, അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത് അല്ലേ. തനിക്ക് കുറേ പുത്രന്മാരെ താൻ തിരഞ്ഞെടുത്ത പുത്രത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് അനാത്മികനെയും ജഡീകനെയും ലോകസ്നേഹിയും ഒന്നും പിതാവ് ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ ഉണ്ടോ? അത് പ്രാരംഭത്തിലുണ്ട്. എന്നാൽ പടിപടിയായിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കുവാനായിട്ട് സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹൃദയദൃഷ്ടികൾ പ്രകാശിച്ചിട്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ, നമ്മെ വിളിച്ചതിൻ്റെ വിളിയുടെ പിതാവിൻ്റെ ആശ, ഹിതം എന്താണെന്നറിയുവാനായിട്ട് അല്ലേ. ദൈവജനങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവജനങ്ങളിൽ ദൈവത്തിൻ്റെ ആ മഹിമാധനം, ഇതൊരു ധനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ
ഒരു ട്രഷർ, ഹെവൻലി ട്രഷറാണ് അല്ലേ. മഹിമാധനം ഇന്നതെന്നറിയുവാൻ എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ട്രഷറിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി ഒരു ട്രഷറായി തീരുവാൻ, ഒരു ധനമായി തീരുവാനായിട്ട് അല്ലേ. അതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നറിയുവാനായിട്ട്. അപ്പോൾ ആ വിശ്വാസം എന്താണ്? അത് വെറും ഒരു മാനുഷിക വിശ്വാസമല്ല, അത് ലോകത്തിൻ്റെ ചപ്പും ചവറിനും വേണ്ടിയുള്ള വിശ്വാസമല്ല, കറപ്റ്റബിളായിട്ട് ഉള്ളത് നേടിയെടുക്കുവാനുള്ള വിശ്വാസമല്ല, പിന്നെയോ ക്രിസ്തുവിന് അനുരൂപിയായി തീരുവാനായിട്ട്, ഇൻകറപ്റ്റബിളായിട്ടുള്ള ഒന്നായിത്തീരുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തിന് പ്രയോജനമുള്ളതൊന്നായി തീരുവാൻ വേണ്ടി നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അല്ലേ. അത് അപാര ശക്തിയാണ്. നമ്മളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള എല്ലാ അന്യായ ശക്തികളെയും പുറത്താക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവത്തിൻ്റെ ശക്തി. മിസ്രയീമ്യ രൂപങ്ങളെ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കാണിച്ചതായിട്ടുള്ള മാതൃക പ്രകാരം ഒരുക്കിയെടുക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ജ്ഞാനാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ അല്ലേ. അപ്പോൾ അതറിയുവാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറക്കുവാനായിട്ടാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത്, ഈ യാത്ര നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പണി നമ്മളിൽ നിവൃത്തി ആകുവാനായിട്ടാണ്. അത് മിസ്രൈമിൽ കിടന്നാൽ പണി നടക്കുകയില്ല. മിസ്രൈമിൽ യാഗപീഠമില്ല. മിസ്രൈമിൽ കൂടാരം പണിയുവാനായിട്ട്, സമാഗമന കൂടാരം പണിയുവാനായിട്ട് സാധ്യമല്ല. അത് പണിതാൽ എങ്ങനെ ഇരിക്കും? ഏത് രൂപത്തിലിരിക്കും? മിസ്രൈമ്യ രൂപത്തിൽ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമോ, ഈവൻ കനാന്റെ അവകാശങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ മടിച്ചതായിട്ടുള്ള 2.5 ഗോത്രം ഇപ്പുറത്തൊരു യാഗപീഠം ഉണ്ടാക്കി അല്ലേ. പേരെന്താണ്? യാഗപീഠമാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് കാഴ്ചയ്ക്ക് വലിയൊരു യാഗപീഠമാണ്. എന്തിനാ അത് ഉണ്ടാക്കിയിരിക്കുന്നത്? അവർ തന്നെ പറയുന്നത്, ഈ യാഗം കഴിക്കാനൊന്നുമല്ല ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട് ദൈവത്തിൻ്റെ അളവിലൊന്നും അതല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളണം, ഇതിനെല്ലാം ദൈവിക നിയമങ്ങളുണ്ട് ഒരു പണി നടക്കണമെങ്കിൽ. എന്നാൽ ഈ കൃപയുടെ ഇതിലൂടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഈ മാർഗത്തിൽ പ്രവേശിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വിധേയത്വത്തിൽ, ഞാൻ പറഞ്ഞത് പ്രവേശിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ പെട്ടെന്ന് പണി നടക്കും ദൈവമക്കളെ അല്ലേ. എന്നാൽ ആ ബോധം ഉണ്ടാകണമെങ്കിൽ അത് വലിയ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളായി തീരണം. അത് സാധാരണ ഗ്രാജുവലായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രമാണം അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. മോശെ 80 വർഷം കൊണ്ടാണ് പണിത് എടുത്തത് അല്ലേ. അപ്പോൾ അത് ദൈവികമായിട്ടുള്ള നിയമം. ഒരു നോഹയെ പണിതെടുക്കാൻ ആദ്യത്തെ 500 വർഷക്കാലം നമ്മൾ ചിന്തിച്ചതുപോലെ ആ 500 വർഷക്കാലം തനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ശേം, ഹാം, യാഫേത്ത് ഈ 500 വർഷക്കാലം വലിയൊരു പ്രോസസ്സിലൂടെ താൻ കടന്നുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. ഒരു ശൗൽ പെട്ടെന്ന് രാജാവാകും. അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? കസേര കയറിയിരിക്കുക. എന്നാൽ ഒരു ദാവീദ് രാജാവാകണമെങ്കിൽ പ്രൈസ് ദ ലോർഡ്, അഭിഷേകത്താലും വീണാലും അവനെ മരുഭൂമിയുടെ മേഖലയിലിട്ട് ഓടിച്ച് പഠിപ്പിക്കും. പ്രൈസ് ദ ലോർഡ് അല്ലേ. പെട്ടെന്നൊന്നും കസേരയ്ക്ക് പോകരുത്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞ് ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് ദാറ്റ്. ആർക്കും സബ്മിറ്റ് ചെയ്യാതെ, ചിലതൊന്നും ആർക്കും സബ്മിറ്റ് ചെയ്യില്ല, പെട്ടെന്ന് ശുശ്രൂഷന്മാരാകുക. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് അല്ലേ. ദൈവത്തിൻ്റെ പാഠശാലയിൽ ഇരുത്തി മറ്റേ അളവിൽ നമ്മൾ പഠിക്കുകയാണ് ശൗലിനെ പോലെ. അവന് യാതൊരു ബോധമില്ലാത്ത, അവന് യാഗമെന്ന് അറിഞ്ഞുകൂടാ. ദേശത്തെ ഒരു വലിയ ദർശകനാ കിടക്കുന്നത്, ശമൂവേൽ ആരാന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അല്ലേ. കഴുതയെ നോക്കാൻ പോയി, കഴുതയെ പോലും കണ്ടുപിടിച്ചില്ല. എന്നിട്ട് ബാലകനാ പറയുന്നത്, ഇവിടെ ദേശത്തൊരു ദർശകനുണ്ട്, നമുക്ക് അവിടെ. കാരണം ദൈവമായിട്ട് ജീവിതത്തിൽ യാതൊരു ബോധമില്ലാത്ത ഒരുവനാണ് ശൗൽ അല്ലേ. അപ്പോൾ ആ പാത നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അതൊരു ജഡീകമായിട്ടുള്ളൊരു മേഖലയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ അല്ലേ. അപ്പോൾ നാം ഓർത്തുകൊള്ളണം, ഇതിനുവേണ്ടി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാത്തിരുന്ന് ഓരോ ദിവസവും ഈ അനുരൂപതയിലേക്ക് വരണമുള്ള ദാഹത്തോടുകൂടെ ജീവിക്കുന്ന, അതിനുവേണ്ടി കാക്ഷിച്ച്
ദൈവവചനം വായിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവികാര്യങ്ങൾ ഇടപെടുമ്പോൾ എല്ലാം ഇത് നമ്മളെ ഭരിച്ചു. നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി, ദൈവശക്തി നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അല്ല, എടുപിടിന്നൊന്നും ചാടി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം വളരെ സൂക്ഷ്മതയോടെ, പ്രാർത്ഥനയോടുകൂടെ, ഒരു ചെറിയ കാര്യമാണെങ്കിലും ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ച്, സ്തോത്രം, അങ്ങനെ നീങ്ങുന്നതായിട്ടുള്ള ജീവിതങ്ങളാണ് ഈ പൂർണ്ണത എന്നുള്ളത് അറ്റൈൻ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്തെന്താണ്? നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുക. അപ്പോൾ പ്രശംസയുടെ ലെവൽ മാറി, അല്ലേ? ഇതിന് മുമ്പുള്ള പ്രശംസ എന്തായിരുന്നു? ലോകം, അല്ലേ? നമുക്ക് വലിയ ലിസ്റ്റ് കാണാം. അപ്പം നമ്മുടെ പ്രശംസ എല്ലാം ആ മേഖലയിലാണ്. എന്നാൽ ഈ പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നടക്കേണ്ടതായിട്ടുള്ള ഒരു ആത്മീകമായിട്ടുള്ള ഒരു ചേഞ്ച്, അത് എത്ര വേഗം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മാനസാന്തരപ്പെട്ട് ആത്മസ്ഥാനമോ കിട്ടിയെങ്കിലും അന്നൊന്നും അറിഞ്ഞുകൂടാ. റോമാലേഖനം ഒന്നും പഠിച്ചിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടുമില്ല. വിദേശിമാർ ചില കഥയൊക്കെ പറഞ്ഞിട്ട് പോകുമായിരുന്നു. അന്ന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം, സാരഭത്തിലെ വിധവയുടെ കലത്തിൻ്റെ കാര്യവും അതിൻ്റെ ആത്മീക അർത്ഥങ്ങളൊന്നും തെളിയിച്ചു തന്നിട്ടില്ല. അതെല്ലാം ഭൗമിക മേഖലയിൽ, ഞാൻ പറഞ്ഞ ആ കാലയളവിലും ഇതായിരുന്നു പ്രോബ്ലം. പലർക്കും വചനത്തിൻ്റെ ഒന്നും ലോക്കൽ ഉപദേശിമാർക്ക് അത്രത്തോളം അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അത് പഠിപ്പിച്ചാൽ ആരെ കേൾക്കാനും ആരും ഇല്ല, അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഇത് അറിയാവുന്നവർ ഇത് പഠിപ്പിക്കാൻ അവർക്കൊരു പ്രേരണ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ പ്രയാസം, അല്ലേ? ഈ ജനങ്ങൾക്ക് വേണ്ടിയത് അവർക്കിഷ്ടമുള്ളതൊക്കെ പകർന്നു കൊടുക്കും. കർണരസമാകുമാറ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപദേശകന്മാരെയൊക്കെ പെരുക്കുന്നു എന്നൊക്കെ നമ്മൾ തിമോത്തിയോസ് ലേഖനത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ് ഇത് പരാജയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ആളൊന്നും ഇല്ലെങ്കിൽ 2 പേരെ ഉള്ളെങ്കിലും അത് ക്രിസ്തുവിന് അനുരൂപികളാകണമെന്ന് ആഗ്രഹമുള്ളതിന് വേണ്ടി സമയം ചെലവഴിക്കണമെന്നാണ് ഞാൻ എപ്പോഴും. ഞാൻ വെറുതെ ഓടി നടന്ന് എല്ലാവർക്കും വലിയ സെമിനാർ കോൺഫറൻസ് നടത്തി, അല്ലെങ്കിൽ അവിടെ ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ദിസ്. അതുകൊണ്ട് ടൈമുണ്ട്, പക്ഷെങ്കിൽ അതുകൊണ്ട് നിലനിൽക്കുന്ന പ്രവൃത്തി നടക്കില്ല. എന്നാൽ ഒരുവൻ വാസ്തവമായിട്ട് ദൈവരാജ്യം അന്വേഷിച്ച് വരികയാണെങ്കിൽ രാവും പകലൊരു ദൈവവചനം പഠിപ്പിക്കാൻ ഐ ആം റെഡി. ഒരാളെങ്കിലും നമ്മൾ ഒരുക്കി എടുക്കണം. ആ കല്ല് ജീവനുള്ള കല്ലാകണം. അത് ക്രിസ്തു മൂലക്കല്ലായിരിക്കും. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ ചേർത്ത് യുക്തമായിട്ട് ഒരു പാച്ച് വർക്കും കൂടാതെ പണിയപ്പെടുന്ന കല്ല് ആയിത്തീരണം. സ്തോത്രം. അത് എളുപ്പമാണോ? എളുപ്പമല്ല. സ്തോത്രം. എത്ര വചനം പഠിപ്പിച്ചാലും ഈ ലോകവും ജഡവും ഒക്കെ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് അത്രത്തോളം എളുപ്പമല്ല. എന്നാൽ കർത്താവ് അപ്പോസ്തലൻ പറയുന്നതല്ല, കണ്ണുനീരോടുകൂടെ ഈ വചനത്തിന് സാക്ഷിയാകാൻ ഒരുവനെ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നുള്ള വലിയ ദാഹത്തോടും ആഗ്രഹത്തോടും സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെ, സ്വാർത്ഥ ഇച്ഛകളില്ലാതെ ദൈവത്തിൻ്റെ നാമമഹത്വത്തെ, രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ചിലരെങ്കിലും വാർത്തെടുക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും കല്ലുകളല്ല, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളെയാണ് ദൈവത്തിന് ആവശ്യം. അപ്പോൾ ഇവിടെ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. അപ്പോൾ അപ്പോസ്തലൻ അത് പറയുമ്പോൾ എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത്. അതിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ആ ക്രൂശിൻ്റെ വഴിയിലൂടെ, വേ ഓഫ് ദ ക്രോസ്, ആ ക്രൂശിൻ്റെ സത്യത്തിലൂടെയാണ് ഈ മഹത്വ പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുന്നത്, അല്ലേ? ഈ ദൈവ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുൻപിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യാശ ഓർത്തുകൊണ്ട് നമ്മൾ എത്രത്തോളം എഴുന്നേൽക്കുന്നുണ്ട്? ഇത് വല്ലപ്പോഴും ഓർക്കുന്നുണ്ടോ? അല്ല, ഇത് നിരന്തരം ഓർക്കണം. എന്നെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നർ കോൺഷ്യസിൽ എഴുതപ്പെടും. എന്നെ വിളിച്ചിരിക്കുന്നത് ആ പ്രത്യാശ, അല്ലെങ്കിൽ മുൻപിലുള്ള എൻ്റെ പ്രത്യാശ അതൊരു നിലനിൽക്കുന്ന പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. അത് ജീവനുള്ള പ്രത്യാശ എന്ന് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, അല്ലേ? പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ ജീവനുള്ള പ്രത്യാശ. മറ്റു ലോകത്തിൽ കാണുന്ന എല്ലാ പ്രത്യാശയും അതിന് there is no life in it, അല്ലേ? അത് കറപ്റ്റബിളാണ്, പുഴുവും തുരുമ്പും കെടുക്കുന്നത്, കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ
അതിനല്ല നമ്മൾ സമയം ചിലവഴിക്കണം, അതിലല്ല നമ്മുടെ പ്രത്യാശ. അല്ലേ? അബ്രഹാമിനോട് വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയാൻ നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള പട്ടണത്തിനായിട്ട് കാത്തിരുന്നു. തൻ്റെ പ്രത്യാശ എവിടായിരുന്നു? അല്ലേ? അപ്പോസ്തലന്മാർ കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഇപ്പോൾ വിശ്വാസത്താൽ നീതീകരണം വാസ്തവമായിട്ട് പ്രാപിച്ച് ഒരുവന് അല്പമായിട്ടൊരു ഗ്ലിംസ് കിട്ടും. എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? സ്തോത്രം, ഹല്ലേലൂയ, നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു പണി നടക്കുവാനായിട്ട്. അല്ലേ? തേജസ്സിൻ്റെ ഒരു ശുശ്രൂഷ, ഒരു പണി എന്നിൽ നടക്കുവാനായിട്ട്, ക്രിസ്തുവിൽ എന്നെ പൂർണ്ണന ആക്കുവാനായിട്ടുള്ള ഒരു വിളിയോട് കൂടെയാണ് ഈ കൃപാ മാർഗത്തിലേക്ക് എനിക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രത്യാശ നമുക്കില്ലാതൊരു ജീവൻ നയിക്കുകയാണെങ്കിൽ ഡെസ്റ്റിനേഷനിൽ ചെല്ലുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ പ്രത്യാശ ഇവിടെ കിടക്കുക മറ്റ് പല വിഷയങ്ങളിലാണെങ്കിൽ നമ്മുടെ ഹൃദയം എല്ലാം ആ മേഖലയിലായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൽ തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ആ ബലവും ശക്തിയും എന്താണ്? നമ്മളെ പൂർണ്ണരായിട്ട് പണിയുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതായിട്ടുള്ള ബലവും ശക്തിയുമാണ്. പവർ ആൻഡ് മൈറ്റ്. അല്ലേ? മൈറ്റ് എന്നൊരു വാക്കാണ് യെശയ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ കാണും. അവിടെ അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവുണ്ടെന്ന് പറയുമ്പോൾ അത് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, മൈറ്റ് എന്നുള്ളതാണ്. അല്ലേ? പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. യഹോവ ഭക്തി അവൻ്റെ പ്രമോദം ആയിരിക്കും. അപ്പോൾ ആ ദിവ്യ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോഴാണ് ഈ ദിവ്യമായിട്ടുള്ളത് നമ്മിലേക്ക് പകരുന്നത്. ആ ദിവ്യമായതിൽ നിന്ന് നാം ദിവ്യ സ്വഭാവങ്ങൾക്ക് കൂട്ടാളികൾ ആയിത്തീരുന്നത്. അപ്പോൾ ദൈവിക ജ്ഞാനത്തോടു കൂടി ആയിരിക്കും നാം ഈ പാതയിൽ നടക്കുന്നത്. ദൈവികമായിട്ടുള്ള വിവേകത്തോടു കൂടെ ആയിരിക്കും ഈ പാതയിൽ നാം നടക്കുന്നത്. നമ്മുടെ യാത്രയിൽ ആലോചന മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവൻ സകലവും നമുക്ക് ഉപദേശിച്ച് തരുമെന്നുള്ളതാണ്. അല്ലേ? ആ സകല സത്യത്തിലും അവന് വഴി നടത്തും. അപ്പോൾ ഈ പ്രത്യാശ, അതായത് നമ്മെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്നുള്ളത് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനുവേണ്ടി അത് ആഗ്രഹിച്ച് വാഞ്ചിച്ച് യാത്ര ചെയ്യുന്ന ഒരുവനിലാണ് ഈ ദൈവത്തിൻ്റെ പണി നടക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രവേശനം ലഭിച്ചിരിക്കുന്നവർ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ഒരു ജീവിത അനുഭവത്തിലേക്ക് വരണം. അവരുടെ ഉള്ളിൽ അത് എഴുതപ്പെട്ടിരിക്കും. എൻ്റെ വിളിയും എൻ്റെ തെരഞ്ഞെടുപ്പ് എന്തിനാണ് എന്നെ കൃപാമാർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഞാൻ 3-ാമത്തെ വാക്യം വായിച്ചാണ്. അത് തന്നെയല്ല അവിടെ നിർത്തിക്കണ്ട, കഷ്ടത സഹിഷ്ണുതയും അവിടെ നിർത്തിക്കണ്ട. അത് തന്നെയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ആശയം കിട്ടുന്നത്? അത് തന്നെയല്ല. മുകളിൽ വിശ്വാസമുള്ള നീതീകരണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലേ? പ്രവേശനത്തിൻ്റെ കാര്യം പറയുന്നു, കൃപയിലേക്ക് പ്രവേശനത്തിൻ്റെ കാര്യം പറയുന്നു, തേജസ്സിൻ്റെ പ്രത്യാശയെ പറ്റി പറയുന്നു, അതായത് പ്രശംസ. എന്നാൽ ഇനി ഇത് പ്രാപിപ്പാൻ, അതായത് പ്രത്യേകമായിട്ടുള്ള പറഞ്ഞ വിശ്വാസത്താലുള്ള നീതീകരണം തുടക്കം, അത് മാത്രമല്ല ഇനി നിങ്ങൾക്കൊരു യാത്ര ചെയ്യുവാനുണ്ട് ദൈവമക്കളെ. അല്ലേ? കൃപയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു, ഇനി ഒരു ആത്മീക യാത്ര ചെയ്യുവാനുണ്ട്. അല്ലേ? അത് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഇസ്രായേൽ മക്കളുടെ യാത്ര, ഇസ്രായേലിൽ നിന്നുള്ള യാത്രയുമായിട്ട് ചേർത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ പ്രയോജനപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7 മരുഭൂമിയുടെ അവസ്ഥയിലൂടെയാണ് അവർ ഈ 40 കൊല്ലം നടന്നത്. 40 കൊല്ലമൊന്നും മെനക്കേണ്ട കാര്യമല്ല. അവിടെ നിന്ന് ഇറങ്ങി ഹോരേബിൻ്റെ അടിവാരത്തിൽ വന്ന് സീനായ് മരുഭൂമിയിൽ വന്ന് സമാഗമന കൂടാരത്തിൻ്റെ പണി ഏകദേശം 1 വർഷക്കാലം. അത് കഴിഞ്ഞിട്ട് 2-3 ശക്തികളുണ്ട് യോർദാൻ്റെ കിഴക്ക്. ആ ശക്തികളെ പരാജയപ്പെടുത്തിയിട്ട് പിന്നെ യോർദാൻ കടക്ക്. ഇതായിരുന്നു. എന്നാൽ നമുക്കറിയാം അവർ പരാജയപ്പെട്ടു. അല്ലേ? അതുകൊണ്ടാണ് 38 വർഷമെന്നുള്ള ആ സരേഹ് തോട് കടക്കുന്നത് വരെ 38 വർഷം എടുത്തെന്ന. അല്ലേ? 38 വർഷം വേസ്റ്റഡ് ഇയേഴ്സ്. അല്ലേ? പിറുപിറുക്കുന്ന ഒരു സംഘം ചത്തൊടുങ്ങുന്നത് വരെ ദൈവം കാത്തിരിക്കുകയായിരുന്നു. അല്ലേ? ആ പഴയ മനുഷ്യന് ചത്തൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. അല്ലേ? നമ്മളിൽ തന്നെ ആരുണ്ട്? ആ പഴയ തലമുറയുമുണ്ട്,
ഒരു പുതിയ തലമുറയാണ് അല്ലേ? ആദ്യത്തെ ജഡീകമായിപ്പോഴും അല്ലേ? അത് ചത്തൊടുങ്ങിയാലേ ഒക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ തോട് കടക്കാനൊക്കത്തുള്ളൂ അല്ലേ? യോർദാനിലേക്ക് കടക്കുന്നതിന് മുൻപൊരു തോടുണ്ട്, അത് കയറിയാലേ അവിടെ ഒക്കത്തുള്ളൂ. അവിടെ വലിയ അവിടെ ഒരു പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഒരു മരുഭൂമിയിലൂടെ കടത്തി വിടുന്നത് അവരുടെ തനിനിറം കാണിപ്പാനാണ്. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് അല്പം പറഞ്ഞു. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ നമുക്കറിയാം അവിടെ സംഭവിക്കുന്നത് അവരുടെ മിശ്രൈമ്യ സ്വഭാവങ്ങൾ പുറത്തു വന്നു, വെളിപ്പെട്ടു അല്ലേ? പ്രത്യാശ മുൻപ് വല്ലതും ഉണ്ടോ? പിന്നെ ഇല്ല. അവിടെ പ്രത്യാശ ഇപ്പോൾ എവിടാ? മിശ്രൈമില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വലിയ കൂട്ടം ഇതൊന്നും അറിയാതെ സ്നാനപ്പെടുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ? നോ ക്ലൂ അല്ലേ? അതിൻ്റെയൊക്കെ ഗതി എന്തായിത്തീരുന്നു? എല്ലാ കോട്ടയുണ്ടാക്കി വെച്ചിട്ട് അവരെ പൂട്ടി വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ ആർക്കെങ്കിലും അനുവാദം ഉണ്ടോ അവിടെ? സത്യവചനം ഇതാര് കേൾക്കും അല്ലേ? അല്ലേ? ആ കൂട്ടർ നോക്കുകയാണെങ്കിൽ ഇത് ഭ്രാന്തന്മാർ, വാട്ട് ദിസ് ഗൈ ഈസ് ടോക്കിംഗ് അബൌട്ട് അല്ലേ? വിശ്വാസമുള്ള നീതികൻ, വാട്ട് ഈസ് ദാറ്റ്? പ്രവേശനം ലഭിച്ചിരിക്കുന്നു, ക്രൂശ്, കഷ്ടത, പണി അല്ലേ? ക്രിസ്തു എല്ലാം അനുഭവിച്ചു, ക്രിസ്തു എല്ലാം തീർത്തു അല്ലേ? ഇനിയും നമ്മളിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? ഒരു തീരുമാനമൊക്കെ എടുത്ത് മുങ്ങിപ്പൊങ്ങി വന്നിട്ട് ഞായറാഴ്ച വന്ന് 2 ചാട്ടം ചാടി വീട്ടിൽ എന്തൊരു വഞ്ചനയല്ലേ? തിന്നുക കുടിക്കുക, എന്തോ ഒരു വഞ്ചനയല്ലേ? മോശ വരാൻ താമസിച്ചല്ലേ? ഇവർക്കൊരു ടൈമുണ്ട്, ആ ടൈമിൽ കാര്യം നടന്നില്ലേല് അല്ലേ? സംഗതി ഉടനെ മിസ്രൈമിൻ്റെ ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവം കൊടുത്ത ആ മാതൃക അതൊന്ന് അതിൻ്റെ പൂർണ്ണതയിലാകണമെങ്കിൽ ഒരു കൊല്ലം എടുത്തു അല്ലേ? പക്ഷെ കാളക്കുട്ടിയോ അപ്പോഴേ കാളക്കുട്ടി ഉണ്ടാക്കുന്ന വീരന്മാരെവിടെ ഉണ്ട്? അവരാണിപ്പോൾ സ്റ്റേജ് അടക്കി വെച്ചിരിക്കുന്നത്. അവർ വലിയ കാളക്കുട്ടികളാണ്, പിന്നെ എല്ലാം കൊച്ചു കാളക്കുട്ടിയെ ഉണ്ടാക്കുക. ദാറ്റ്സ് എ പ്രോബ്ലം. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൈവസഭയിൽ ഇല്ല. ഹല്ലേലൂയ. അല്ലേ? അവിടെയും കർത്താവ് വെളിപ്പെടുത്തുക, ദൈവം വെളിപ്പെടുത്തുക, കുഞ്ഞെ നിങ്ങളുടെ തനിനിറമ, നിങ്ങൾ ചെങ്കടൽ കടന്നു, ചോരത്തളിപ്പൊക്കെ കാര്യം ശരിയാണ്, എന്നാൽ നിങ്ങളുടെ കൈപ്പണി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൽ ഉല്ലസിക്കുന്ന ഒരു കൂട്ടം അല്ലേ? ഇബ്രാഹിം അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. 7-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം, അതിൻ്റെ 39 വാക്യങ്ങൾ വായിച്ചു. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു അല്ലേ? അവരെവിടാ? മരുഭൂമിയിലൊക്കെയാണ്. ദൈവഹിതപ്രകാരം മരുഭൂമിയില്ല, പക്ഷെങ്കിൽ ഹൃദയം എവിടെയാ അല്ലേ? എവിടാ ഇരിക്കുന്നത് അല്ലേ? ബൈബിൾ സ്റ്റഡിക്ക് നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എവിടെയാണ് അല്ലേ? അർത്ഥം നമ്മുടെ നിക്ഷേപം ഉള്ളിടത്താണ്. അപ്പോൾ എവിടാ നിക്ഷേപം? അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ധനവാനായ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്ത് ഒരു ക്രൂശും എടുത്തോളാം. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ അതില്ല. ക്രൂശും എടുത്തുകൊണ്ട് എൻ്റെ കാരണം ഇവനെ കൊണ്ട് കർത്താവിന് ഇവനെ പിൻപറ്റാൻ നോക്കുമോ? അനുഗമിക്കാൻ നോക്കുമോ? ഇല്ല. കർത്താവിനെ അനുഗമിക്കണം. അവൻ്റെ ഹൃദയം എവിടെ ആയിരിക്കണം? എവിടെയായിരിക്കണം? കർത്താവിന്, അല്ലെങ്കിൽ ഇവന് കർത്താവിനെ അനുഗമിക്കണം. അവൻ്റെ ഹൃദയം എവിടെ ആയിരിക്കണം? പറഞ്ഞാട്ട് കർത്താവിലായിരിക്കണം അല്ലേ? അവൻ്റെ ധനത്തിലാണെങ്കിൽ കർത്താവിനെ പിൻപറ്റാൻ ഒക്കുമോ? ഒക്കത്തില്ല.
ആരെങ്കിലും ഒക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, ഒക്കത്തില്ല. ഇംപോസിബിൾ. അല്ലേ പിന്നെ കർത്താവ് അത് അല്ലേ, ധനവാൻ സ്വർഗരാജ്യം. അതിൻ്റെ ഉദാഹരണം എന്താ കർത്താവ് പറയുന്നത്? ഒട്ടകമ. അതിന് വേറെ ഒക്കെ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ. ആ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് ആ ഒട്ടകവും സൂചിക്കൊള്ളും കണ്ടാൽ മതി അല്ലേ. ഒട്ടകത്തെ കണ്ടിട്ടില്ലാത്തവരെ, നിങ്ങളെല്ലാം ഒട്ടകത്തെ കണ്ടുണ്ടല്ലേ, സൂചിക്കൊഴലും കണ്ടുണ്ടല്ലേ, ഉണ്ടായിരിക്കാം. ഇപ്പം എല്ലാം ടെക്നോളജി ആയതുകൊണ്ട് ഇപ്പോഴേ പഴയ ഉപകരണങ്ങളൊന്നുമില്ല. ധനവാനാകേണ്ട കാര്യം ധനവാനാകണമെന്ന ആഗ്രഹം മതി. ധനവാന് ആകണമെന്നില്ല, ധനവാൻ ആകണമെന്നുള്ള ആഗ്രഹം. ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞെന്ന്. അഹരോനോട് ഞങ്ങൾക്ക് മുൻപായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങൾ മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ബിംബത്തിന് ബലി കഴിച്ചെന്ന്. യാഗം കഴിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ബലി കഴിച്ചു. ദാറ്റ്സ് ഗുഡ്. ഇവിടെ യാഗപീഠം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അത് യാഗപീഠമല്ല, അത് ബലിപീഠമാണ്. വ്യത്യാസമുണ്ട്. ഓക്കെ, ബാലിനുള്ളതാണ്. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവം പിന്തിരിഞ്ഞ് ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടത് അല്ലേ. അവരുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ട് അല്ലേ നടക്കുന്നതാ. ലുക്ക് അറ്റ് us അല്ലേ. ഞങ്ങളുടെ സാങ്ച്വറി ഒന്ന് കണ്ടാട്ടെ അല്ലേ, ഞങ്ങളുടെ മ്യൂസിക് ടീമിനെ ഒന്ന് കണ്ടാട്ടെ, ഞങ്ങളുടെ പാസ്റ്ററെ ഒന്ന് കണ്ടാട്ടല്ലേ. വെളിപ്പെടുത്തണം. ഞാനോ എവിടെയോ ചെന്നപ്പോൾ ഒരു പ്രിയപ്പെട്ടവനോട് പറഞ്ഞ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ പാസ്റ്റർ കയറി ചെന്ന പോലെ പാസ്റ്ററെ പറ്റിയാണ് ഇപ്പോൾ എഴുതുന്നത്. ഞങ്ങളുടെ പാസ്റ്റർ ഒന്ന് എഴുന്നേറ്റാൽ മതി, 10-12 പേരാണ് അങ്ങോട്ടങ്ങ് വീഴുന്നത്. വീഴാനായിട്ട് പോണോ? സ്തോത്രം, അവിടെ പോയാൽ മതി. ഹല്ലേലൂയ. വീണ് കിടക്കുക അല്ലേ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണ് പോർക്കളത്തില്ല. വീഴാ തകർന്നു പോവുകയുള്ളൂ. സ്തോത്രം. ഇത് വീഴാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ടാണ്. നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായ യേശുവിനെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് അല്ലേ. നമ്മുടെ കൈപ്പണിയല്ല ഉയർത്തി കാണിക്കേണ്ടത്. അതിൽ ഉല്ലസിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ മാലോടത് ബാബേലാണ് അല്ലേ. ബാബേൽ രാജാവ് അവനവൻ്റെ എന്താ ബാൽക്കണിയിൽ ഗുലാവിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അവനോട് തന്നെ പറയുക, അവൻ്റെ ദൈവം അവൻ തന്നെയാണ്. അവനോട് തന്നെ അവൻ പറയുകയാണ്, ഇതാ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട്, എൻ്റെ ധന മഹാത്മ്യം കൊണ്ട് ഞാൻ പണിതതായ ബാബേൽ, മഹദിയാം ബാബേൽ. അതവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ബാബേൽ എവിടെയാണ് തുടങ്ങിയെന്നറിയാമോ? ബൈബിളിൽ ബാബേൽ എവിടെയാണ് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉൽപ്പത്തി അതിന് മുമ്പുണ്ട് അല്ലേ. 10-ാമത്തെ അധ്യായത്തിൽ ബാബേൽ. ആരായിരുന്നു ആദ്യത്തെ ബാബേലിൻ്റെ രാജാവ്? നിമ്രോദ് അല്ലേ. അവിടെ തുടങ്ങിയതാണ് ആദ്യത്തെ നായാട്ടുവീരൻ അല്ലേ. ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ആരാണ്? നായാട്ടുവീരൻ. അതിന് ഇംഗ്ലീഷിൽ എന്താണെന്നറിയോ? ഒരു ട്രാൻസ്ലേഷന് കണ്ണിങ് എന്നുള്ള വാക്ക്, കണ്ണിങ് അല്ലേ. നായാട്ടുവീരൻ എന്ന് പറഞ്ഞാൽ നായാടുന്നവർ അങ്ങോട്ട് ഓടിച്ചെന്ന് താലോലിച്ചല്ല ഈ മൃഗങ്ങളെ പിടിക്കുന്നത് അല്ലേ. ട്രാപ്പ് വെച്ചാ പിടിക്കുന്നത് അല്ലേ. ആ അർത്ഥത്തിലാണ് ബൈബിൾ അത് എഴുതിയിരിക്കുന്നത്. പലരും ഓർക്കുന്നത്, ഓ ദൈവത്തിൻ്റെ നായാട്ടുവീരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ദൈവം വളരെ പ്രശംസിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കുക. അല്ല, ദൈവം നോക്കുമ്പോൾ കള്ളന്, കണ്ണിങ്, തന്ത്രശാലി. അവിടെ നിന്നാണ് ബാബേൽ തുടങ്ങുന്നത് അല്ലേ. ഇതെല്ലാം കൗശലം. ഈ സ്വന്തമായിട്ടുള്ളത് പണിത്, ഈ ബാബേൽ പണിതിട്ട് അതിൽ പ്രശംസിക്കുന്നവർ
ബാബേലിൻ്റെ സ്പിരിറ്റാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. അവർക്ക് ഉള്ളിൽ സ്പിരിറ്റ് ഉണ്ട്. അതൊരു ആത്മാവ്, വേറൊരു ആത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ്, അല്ലേ? അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ ഈ യാത്രയിൽ നമ്മെ ഓരോ മേഖലയിലൂടെ കർത്താവ് കടത്തിക്കൊണ്ടു പോകും, അല്ലേ? ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ, അല്ലേ? ഒരു മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ ചോദിക്കുമ്പോൾ ഈ ജനങ്ങളെ കർത്താവ് അവിടുന്ന് വിടുവിച്ചിട്ട് ഈ മരുഭൂമിയിലുള്ള, അല്ലെ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിലുള്ള എന്തിനായി ചുറ്റി നടത്തിയെന്ന്, അല്ലേ? മനുഷ്യബുദ്ധി മനസ്സിലാവുമോ? ഇല്ല. നമ്മൾ ദൈവസന്നിധിയിലെ അടുത്തൊരു മേഖലയിലേക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ അത് അറ്റൈൻ ചെയ്യുവാനൊരു തീരുമാനം എടുക്കുമ്പോൾ എന്തുണ്ടാകും? പ്രതികൂലം ഉണ്ടാകുമോ? ഉണ്ടോ? നിശ്ചയം. നമ്മൾ പലപ്പോഴും ആരെയാ കുറ്റം പറയുന്നത്? എന്നാൽ ദൈവം അനുവദിച്ചിട്ടാണോ? ദൈവം ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ടെംപ്റ്റേഷൻ അല്ല ഇത്, ദിസ് എ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്. ദൈവം അനുവദിച്ചുള്ള ദൈവം അത് എനിക്ക് സമയമുണ്ടാ ഞാനത് പ്രൂവ് ചെയ്യാമായിരുന്നു. എങ്ങനെയാണ്? ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിൾ. യേശു കർത്താവ് സ്നാനത്തിന് ശേഷം ആത്മാവിൻ്റെ മേൽ വരുന്നു. എന്നിട്ട് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുന്നു. സ്തോത്രം. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തും, അല്ലേ? എന്തിന്? പരീക്ഷയ്ക്ക് വേണ്ടി, അല്ലേ? അതെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവിനെ മരുഭൂമിയിലേക്ക് പോകുവാനായിട്ട് നിർബന്ധിച്ചെന്ന്, അല്ലേ? മനുഷ്യപുത്രനായിട്ട് വന്ന യേശുവിനെ നിർബന്ധിച്ചത്. എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രനായിട്ട് വന്ന യേശുവിനെ സ്വയമായിട്ട് അത് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധ്യമല്ല. തന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിനാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. യേശുവിനെ കൊണ്ട് കഴിയുകയില്ലെന്നുള്ളതല്ല, നമുക്കൊരു പാഠം കർത്താവ് പഠിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെ കൊണ്ട് ഇത് ചൂസ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ഊണിൽ കഴിയത്തില്ല. നിങ്ങൾ ആത്മാവിനാൽ വിധേയപ്പെട്ടു എങ്കിൽ മാത്രമേ മരുഭൂമിയുടെ മേഖലയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ കഷ്ടത എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, കാറിടിച്ചെന്നോ അല്ലെങ്കിൽ പനി വന്നെന്നോ ഇതൊന്നും അല്ല കഷ്ടത, അല്ലേ? അത് ഞാൻ ഓർക്കുകയായിരുന്നു, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും വചനത്തിലൂടെ തന്നെ. ഞാൻ ഇതുവരെ എൻ്റെ ലോണ്ട് കഷ്ടതയുടെ സഫറിങ്സ്, ഇന്ത്യൻ ട്രയൽസ്, ട്രിബുലേഷൻസ്, വലിയ ലോങ് ലിസ്റ്റ് ഉണ്ട്, അല്ലേ? ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിച്ച് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ കഷ്ടത എന്നുള്ളത് ഒരു റോങ് ആയിട്ടുള്ള ഒരു മീനിങ് ആൾക്കാർക്ക് നമുക്കത് നമ്മളെ മാനുഷിക ബുദ്ധിയിൽ അത് ചിന്തിക്കും. എന്നാൽ ദൈവം നടത്തുന്ന ഒരു പാതയിൽ അത് ഇസ്രായേൽ മക്കളുടെ ആ യാത്ര തന്നെയാണ്. അവിടെ അവരെ പഠിപ്പിക്കുകയാണ്. പുറകിൽ ഫറവോന്യ ശക്തി ആയാലും മുൻപിൽ ചെങ്കടലായാലും ചുറ്റും പാറക്കെട്ടുകളായാലും ആഴിയിൽ പാതയെ ഒരുക്കുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. അത് വെളിപ്പെടുത്തുക. 1. 2, ഇവരോട് പറയുന്നത്, നിങ്ങൾ എന്നിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് ഈ വഴിയെപ്പറ്റി വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പെറുപെറുക്കുന്നത്, അല്ലേ? നിങ്ങൾ തിരിഞ്ഞ് മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലേ? അത് അവർ എൻ്റെ വഴി, ഇബ്രാഹിം എന്താ, അവർ എൻ്റെ വഴി അറിയാത്തവരല്ല, അവരറിഞ്ഞുകൂടാ അവർക്ക് വഴി, ഈ പാത എന്താണെന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തുകൊള്ളണം, യേശുവിൻ്റെ പാത ദൈവവചനത്തിലുള്ള ആത്മാവിനോട് നമ്മൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ പാതയിലൂടെ ചെങ്കടലിൽ നക്കര കയറി. പിന്നെ അടുത്ത മരുഭൂമി ഏതാ? ഓർമ്മയുണ്ടോ? മാറായല്ലേ? മാറായുടെ മേഖല, അതൊരു മരുഭൂമിയുടെ മേഖല, അല്ലേ? ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിച്ചു? ഞായറാഴ്ച ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു? എല്ലാം ഹാപ്പി ആയിരുന്നോ? വലിയൊരു അത്ഭുതം കണ്ട് പാട്ടുപാടി കൂട്ടിയൊരു വന്ന കൂട്ടമാണ്. മാറി, സംഗതി മാറി, അല്ലേ? അവരുടെ വിധം മാറി. ദൈവത്തിൽ ആശ്രയമുണ്ടോ? അവിടെ പഠിപ്പിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ
നിങ്ങൾ പിറുപിറുക്കുന്നതിൻ്റെ, നിങ്ങളെന്നെ ചോദ്യം ചെയ്തതിൻ്റെ കാരണം നിങ്ങളിൽ ഇപ്പോഴും ആരാ നിങ്ങളെ ഭരിക്കുന്നത്? ആ മിസ്രൈമ്യൻ്റെ ആത്മാവാണ്, ജഡത്തിൻ്റെ ആത്മാവാണ് ഇപ്പോഴും നിങ്ങളെ, ആ പഴയ ജീവനാണ് നിങ്ങളെ ഭരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഈ കർത്താവ് ഇട്ടിരിക്കുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലൂടെ അവൻ ദോഷങ്ങളാൽ, പലരും അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ഇല്ലെന്നുള്ളതല്ല. കർത്താവിൻ്റെ പരീക്ഷകൾ, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ദോഷത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടിയാണ്, അല്ലേ? പിശാചാണ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നത്, അല്ലേ? അപ്പം അതിലൂടെയാണ്, ആ യാത്രയിലൂടെയാണ് ഈ സഹിഷ്ണുത എന്നുള്ളത് നാം പഠിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കാൻ. സഹിഷ്ണുതയില്ലാതെ ഇറ്റ്സ് ഇംപോസിബിൾ, അല്ലെ? വിശ്വാസത്താലും ദീർഘക്ഷമയാലും മാത്രമേ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ദൈവം ഇട്ടിരിക്കുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലൂടെയാണ് നമ്മെ ഈ സഹിഷ്ണുത എന്നുള്ളത് പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ സഹിഷ്ണുത കൂടാതെ നമുക്കിതിനെ അവകാശമാക്കുവാനായിട്ട് സാധ്യമല്ല. സഹിഷ്ണുത സിദ്ധത. എന്തോ സിദ്ധത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? പണ്ട് സിദ്ധന്മാരുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സിദ്ധന്മാർ. എന്താണ് സിദ്ധത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? എങ്ങനെ? എന്താ പാസ്റ്ററെ സിദ്ധൻ? പറഞ്ഞാട്ടെ. ശക്തിയല്ല. എങ്ങനെ? കഴിവുള്ളല്ലേ? ഓക്കെ, അത് മാനുഷിക അളവിൽ. എന്നാൽ സിദ്ധതയുടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ക്യാരക്ടർ എന്നുള്ളതാണ്. സ്വഭാവം. ഏത് സ്വഭാവമാണ്? ദിവ്യ സ്വഭാവം. ലോകത്തിൻ മോഹത്താലുള്ള നാശം, അതാണ് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടിയിരിക്കുന്ന സ്വഭാവം. ഏത് സ്വഭാവമാണ്? ദിവ്യ സ്വഭാവം. ലോകത്തിൻ മോഹത്താലുള്ള നാശം, അതാണ് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടിയിരിക്കുന്ന സ്വഭാവം. സ്വാഭാവികമായിട്ട് ആര് ലോകത്തിൽ പെടുന്നാൽ കിട്ടിയിരിക്കുന്ന സ്വഭാവം ഏതാണ്? ലോകത്തോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അത് പാപത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ലോകത്തിൻ മോഹത്തുള്ള നാശം വിട്ടൊഴിഞ്ഞ് എന്തായിത്തീരും? ദിവ്യ സ്വഭാവങ്ങൾ. അപ്പോൾ സിദ്ധത എന്ന് പറയുമ്പോൾ ആ ദിവ്യ സ്വഭാവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു ജീവിതം. അപ്പോൾ സിദ്ധതയും ആ സിദ്ധതയിൽ അല്ലെങ്കിൽ ആ അനുഭവങ്ങളിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള പ്രത്യാശയെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, മുകളിൽ ഓർത്തോണം, നിങ്ങൾക്ക് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ നമുക്ക് വെറുതെ ലഭിക്കത്തില്ല, അല്ലേ? ക്രിസ്തുവിന് അനുരൂപിയാകണമെന്നുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു നല്ല പങ്കും അത് ചിന്ത പോലുമില്ല. സ്വർഗത്തിൽ പോകാമെന്നൊരു ചിന്ത കാണുമായിരിക്കും. ദിവ്യമായിട്ടുള്ളതിനുള്ള പ്രത്യാശ. വിശ്വാസം എന്ന് പറഞ്ഞ പ്രസൻറ്റാ, പ്രത്യാശ എന്ന് പറയുന്നത് ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ദ ഡിസ്റ്റന്റ് ഗോൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന് അനുരൂപിയാകുക എന്നുള്ളത്. എന്നാൽ ഈ യാത്രയിൽ ഓരോ സീസണിൽ നമുക്ക് പ്രത്യാശയുണ്ട്. എന്ന് പറഞ്ഞാൽ, കർത്താവെ എന്നെ പ്രാർത്ഥിപ്പാനായിട്ട് ഒരാഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ, അല്ലേ? നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മുൻപിൽ അതൊരു പ്രത്യാശയാണ്. നമ്മുടെ ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കൽ പ്രത്യാശയാണ്. അതിലേക്ക് എന്നെ കർത്താവ് കൊണ്ടുവരും, അല്ലേ? കർത്താവെ എന്നെ വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട്. എനിക്കറിയാം, ഞാൻ ആദ്യകാലങ്ങളിൽ വചനം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ 3 വർഷം പ്രാർത്ഥിച്ചു. അപ്പം മുൻപിലൊരു പ്രത്യാശയുണ്ട്. ആ സമയത്ത് എനിക്കൊരു പ്രത്യാശയുണ്ട്, ദൈവം ഇത് കാര്യം സാധ്യമാക്കി തരും. അപ്പോൾ ആ പ്രത്യാശ നമ്മളെ, അതായത് നമ്മുടെ മുൻപിലുള്ള മഹത്വ പ്രത്യാശ എന്ന് പറയുന്നത് ഫൈനലായിട്ടുള്ളത്. എന്നാൽ ഇൻ ബിറ്റ്വീന് പ്രത്യാശയുള്ള അനേകം മേഖലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്നത് ദൈവത്തെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന വിശ്വാസമാണ്. കാരണം ആ വിശ്വാസത്താലാണ് ആ പ്രത്യാശ നാം അറ്റൈന് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും
പ്രശംസ. അപ്പോൾ ഈ യാത്രയിൽ ഇത് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നവൻ ഒരിക്കലും കഷ്ടതയിൽ പിറുപിറുക്കത്തില്ല. ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ പിറുപിറുക്കയില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഇവരുടെ യാത്രയിൽ, ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് കാലേബും യോശുവയും. ചെങ്കടലിൻ്റെ ആ മരുഭൂമിയിൽ വന്നപ്പോൾ കാലേബും യോശുവയും പിറുപിറുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആരെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? കാലേബിനെ തന്നെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ ആരോഗ്യം ഉണ്ടായിരുന്നു അല്ലേ? ഇത് പരിപൂർണമാണ്. കാലേബിൻ്റെ സ്വഭാവം എന്താണ്? ഒരു പ്രത്യേക സ്വഭാവം എഴുതിയിരിക്കുന്നത്. അവന് വേറൊരു സ്വഭാവം. ആ സ്വഭാവം എന്താ? പറ്റിച്ചേർന്ന്. പ്രൈസ് ദി ലോർഡ്. പറ്റിച്ചേർന്ന്. അത് എവിടെ വെച്ച് കിട്ടിയതായിരിക്കും? ഞാൻ വിശ്വസിക്കുന്നത് മിസ്രൈമിൽ തന്നെ ആ ഒരു സ്വഭാവമാ ഉണ്ടായിരുന്നു. യെസ്. ഇപ്പം ബാബിലോണിൽ നിന്ന് ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി വരുന്ന ഒരു കൂട്ടം അല്ലേ, നമുക്കറിയാം. ലെറ്റ്സ് ലുക്ക് അറ്റ് എസെക്കിയേൽ പ്രവാചകൻ. എസെക്കിയേൽ ബാബിലോണി പ്രവാസത്തിൽ പോയ ആളാണ് അല്ലേ? എല്ലാവരും ബാബേലിൽ കിടക്കുകയാണ്. എന്നാൽ അവൻ ബാബേലിലായിരിക്കുമ്പോൾ തന്നെ ദർശനങ്ങളുടെ കവാടം അവനോട് തുറക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ളവരെ കുറച്ച് പേരെ ആവശ്യമുണ്ട്. ഇന്ന് മുഴുവൻ ബാബേലിൻ്റെ അവസ്ഥയാണ്. ഇതെല്ലാം വേറൊരു ശക്തി അധീനമാക്കിയിരിക്കുകയാണ് അല്ലേ? ടു ടേക്ക് എനി പുൾപിറ്റ്, എനി TV പ്രോഗ്രാം, ആരണോ എന്തോ ഞാനൊന്നും വാച്ച് ചെയ്യാറില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് അല്ലേ? അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി, ദൈവസഭയുടെ പണിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരിക്കണം. അവരാ സാധാരണ ജീവിതമല്ല നയിക്കുന്നത്. അവർ വിശ്വസിക്കും വേർപാടിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടമാണ്. അത് മുൻപിൽ കണ്ടുകൊണ്ട് ഇത് വെറുതെ ഉള്ളൊരു യാത്രയല്ല, ഇത് പൂർണ്ണതയിലേക്കൊരു യാത്രയാണ്. ഇത് ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണത ദൈവം സത്യമാക്കി തരുമാ. അത് വിശ്വസിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടമാണ്. അങ്ങനെ കൂട്ടത്തെ ആവശ്യമുണ്ട്. അല്ലേ? ബാബേൽ പ്രവാസം കൊടുകുത്തി വാഴുന്ന സമയത്ത് 70 വർഷക്കാലമാണ്. കോരേശ് രാജാവിന്റെ വിളംബരത്തിൽ ഒരു കൂട്ടം ഇറങ്ങാനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇടം വലം അവരെ നോക്കിയില്ല, ബാബേലിന്റെ സുഖം അവരെ നോക്കിയില്ല. ആ വിളംബരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം സംഭവിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു അല്ലേ? ഒരു പ്രാർത്ഥനാ ഭക്തനെ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. ദാനിയേൽ അല്ലേ? തന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനാ ജീവിതമായിരുന്നു അല്ലേ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പ്രിയപ്പെട്ടവൻ വായിക്കുമ്പോൾ 70 വർഷത്തിന്റെ ഒരു കണക്ക് കണ്ടു അല്ലേ? 70 വർഷം തികയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു വലിയ സംഭവം നടക്കുവാൻ പോകുകയാണ് അല്ലേ? കിളിവാതിൽ തുറന്ന് 3 നേരം പ്രാർത്ഥിക്കുന്നത് സിംഹക്കുഴിയിൽ വീഴത്തക്കവണ്ണമുള്ള പ്രാർത്ഥനയാണ്. വെറുതെ ഉള്ള പ്രാർത്ഥനയല്ല. ഞാൻ പലപ്പോഴും ഓർക്കും, ആൾക്കാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ കിളിവാതിലൊക്കെ ഒന്ന് അടച്ചിട്ട് ആരും കാണാതെ, ഹല്ലേലൂയ, കേൾക്കാതെ അല്ലേ പ്രാർത്ഥിക്കും അല്ലേ? അവിടെ രേഖ എഴുതി വെച്ചിരിക്കുക. എന്നാൽ അവൻ പതിവ് പോലെ ആ ദർശനത്തിന്റെ യെരുശലേമിൽ ആലയം പണിയപ്പെടുമോ, യെരുശലേം യഥാസ്ഥാനത്തിലേക്ക് വരുമോ എന്നുള്ള വിശ്വാസത്തോടെ ഹല്ലേലൂയ ദർശനമാകുന്ന കിളിവാതിലൂടെ അവൻ കണ്ടുകൊണ്ടാണത് പ്രാർത്ഥിക്കുന്നത്. ഹൃദയ ദൃഷ്ടി അല്ലേ? അങ്ങനെ കൂട്ടത്തെ ആവശ്യമുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് അല്ലേ ഒരു കൂട്ടം അല്ലേ? 40,000 ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരു കൂട്ടം, യഹൂദയും ബെന്യാമിനും, ചെറിയ 2 ഗോത്രങ്ങൾ ഹല്ലേലൂയ ഈ വേലയ്ക്ക് വേണ്ടി യെരുശലേമിലേക്ക് പോകുന്നു. അപ്പോൾ പ്രത്യാശ, ദാനിയേലിന്റെ പ്രത്യാശ എന്തായിരുന്നു? അത് പണിയപ്പെടും, യെരുശലേം യഥാസ്ഥാനത്തിൽ ആകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം, കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും, കാരണം ഈ യാത്രയിൽ അനേക ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഉണ്ട് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ അത് നമ്മെ നശിപ്പിക്കുവാനായിട്ടല്ല, അത് ദോഷത്തിലുള്ള ഒരു പാതയല്ല, നമ്മെ പണിതെടുക്കുകയാണ്. ഒരു വെട്ടുകുഴിയിലെ ഒരുക്കപ്പെട്ട കല്ല് പോലെ അനേക മുറിവുകളുണ്ട്, അനേക ആയുധങ്ങളാൽ അത് പണിയപ്പെടുന്നു. എന്നാൽ ദൈവത്തിന്റെ ആ പ്ലാനിനനുസരിച്ചുള്ള ഒരു ജീവനുള്ള കല്ലായി തീരുവാനായിട്ട് ആത്മാവിന്റെയും മൂർച്ചയേറിയ ദൈവ വചനത്തിന്റെ പണി നമ്മില് ഉളവായിട്ട് അതിനനുസരണമായിട്ടുള്ള ഒരു പണി നടക്കുമ്പോഴാണ് ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി യുക്തമായിട്ട് ചേരുവാൻ വേണ്ടി ഒരു ജീവനുള്ള കല്ലായിട്ട് തീരുന്നത്. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്
കഷ്ടതയിലും പ്രശംസിക്കുന്നു. ഏകനായിട്ട് നിൽക്കേണ്ടി വന്നാലും, എല്ലാവരും കൈവിട്ടാലും, ലോകം വിടക്കം നെണ്ണിയാലും, ലോകം പഴി പറഞ്ഞാലും, അതിന്റെ മധ്യത്തില് മുൻപിലുള്ള പ്രത്യാശ ദൈവത്താൽ സാധ്യമ. ഇത് വെറുതെ നടക്കുന്ന സംഭവമല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് വിളംബരം ചെയ്തുവെങ്കിൽ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങള് അതിനെ ജയിക്കയില്ല എന്നുള്ള വിശ്വാസത്തോട് ഉറപ്പോടുകൂടെ ഒരു ദൈവത്തിന്റെ പൈതല് ആത്മാവിനെ അനുസരിച്ച് മുന്നേറുകയാണെങ്കിൽ ദൈവമക്കളെ ഇത് സാധ്യമായി തീരും. സാധ്യമായി തീരും. നിന്നെയും എന്നെയും കർത്താവിന്റെ വിലയേറിയ ഒരു പണിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കും. Glory to God. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. 5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അല്ലേ? കഷ്ടത വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? അല്ലേ? പോരാട്ടം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അല്ലേ? ചിലർ പറയും ഞാൻ ഇനി കുറച്ചാളത്തേക്ക് പ്രാർത്ഥിക്കുന്നില്ല. അല്ലേ? പണ്ടൊരു ചെറുപ്പക്കാരന് കോളേജ് ക്യാമ്പസിൽ ഗോസ്പൽ രാവിലെ പോകുമ്പോൾ ഗോസ്പൽ ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്നോടൊന്ന് പറയാം, ഞാനിങ്ങനെ ഗോസ്പൽ ട്രാക്റ്റുകൾ കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. അപ്പോൾ ഒരു ദിവസം ആരോ ഗോസ്പൽ ട്രാക്റ്റ് വാങ്ങിച്ചവൻ ചുരുട്ടി ഇവൻ്റെ നേരെ എറിഞ്ഞു. അത് വലിയ പ്രയാസമായി. മടങ്ങി എന്നോട് പറഞ്ഞു, ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ഗോസ്പൽ ട്രാക്റ്റുകൾ കൊടുക്കുകയില്ല. പോയി. അല്ലേ? എന്നാൽ ഭംഗം വരാത്തൊരു പ്രത്യാശ നമുക്കെന്നെ അറിയാം. കർത്താവിൻ്റെ വേലയിൽ പലപ്പോഴും നാം ക്ഷീണിച്ചു പോകാറുണ്ടല്ലേ? നാം അധ്വാനിക്കുന്നു, വചനം കൊടുക്കുന്നു, മണിക്കൂറുകളിൽ വചനം കൊടുക്കുന്നാൽ അതിൻ്റെ ഫലം കാണുന്നില്ല എങ്കിൽ. എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.